UDFിൻ്റെ ബലഹീനത തമ്മിലടിയാണ്. ഇപ്പോൾ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ, ആരാണ് മുഖ്യമന്ത്രി? ശ്രീ VD സതീശൻ്റെ മുഖത്തെ രക്തയോട്ടം തന്നെ നിലച്ചു പോയില്ലേ? PJ കുര്യൻ ഒരു വശത്ത് പറയുന്നു, ബഹുമാനപ്പെട്ട ശ്രീ K സുധാകരൻ ഒരു വശത്ത് പറയുന്നു, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇത്തരം കോൺഗ്രസിൻ്റെ അജണ്ട, അവരുടെ തമ്മിലടി എക്സ്പോസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ തിരക്കി നോക്കൂ, ഇന്നലെ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നടന്ന കാര്യം എന്താണ്? നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ വലിയ വാക്കേറ്റവും പ്രശ്നങ്ങളും പിണങ്ങിപ്പോക്കും ഒക്കെ നടന്നില്ലേ? നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ വിവരങ്ങൾ. അപ്പോൾ അടിമുടി പ്രശ്നമാണ്. കാട്ടാക്കടയിൽ കോൺഗ്രസ്സിന് റിബൽ കൊടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ, യൂത്ത് കോൺഗ്രസ് നേതാവിനെ വളരെ പ്രയാസപ്പെട്ടല്ലേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇടപെട്ട് അവസാന നിമിഷം പിൻവലിപ്പിച്ചത്? ചിറയൻകീഴിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പേ കോലം കത്തിപ്പ് തുടങ്ങിയില്ലേ? അവിടെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പൂർണ്ണമായും BJP ആയി മാറിയില്ലേ? പൂർണ്ണമായും. ഞാൻ ഈ ജില്ലയിലെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി മറ്റൊരാരോപണം പറയരുത്. അല്ല, നേമത്തെ സ്ഥാനാർത്ഥി തന്നെ അത് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിൽ കൂടുതലൊന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പറയട്ടെ, അതിനകത്തൊരു ഈ കോൺഗ്രസിൻ്റെ അവിടെ ഞങ്ങൾക്ക് വേണ്ടത് BJP വിരുദ്ധമായ എല്ലാ സെക്കുലർ വോട്ടുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളല്ലാതെ ആരോടും അഭ്യർത്ഥിക്കില്ല. മനസ്സിലായല്ലോ? പറയട്ടെ, ഞങ്ങൾ ആരോടും അഭ്യർത്ഥിക്കില്ല. പിന്നെ ഈ നേമത്ത് BJP ഒന്ന് ജയിച്ച് കാണാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിപ്പോൾ പറയാറായിട്ടില്ല. ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് എന്ത് പറയേണ്ടതെന്ന് ഉറപ്പുവരുത്തി പിന്നെ പറഞ്ഞോളാം. ഏതാ ഈ BJP ഡീലുമായി, കോൺഗ്രസ് BJP ഡീലുമായി വരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയേണ്ട കാര്യം? നേമത്തെ എങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം? അപ്പം നേമത്ത് ഈ പറയുന്ന പ്രശ്നം വീണ്ടും ഉന്നയിച്ച് നേമത്തെ ചൂണ്ടി സഖാവ് ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾ നേമത്ത് ഇങ്ങനൊരു പ്രത്യേക സ്ഥലത്തിൽ BJP ഒക്കെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്, അവിടെ കോൺഗ്രസ് നോട്ട് കൊടുത്തിട്ട് കാര്യമില്ലാന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കൂട്ടർ പറഞ്ഞാൽ അത് തന്നെ എടുത്തിങ്ങനെ വലിയ കാര്യമായി ശ്രീ VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താ? നേമത്ത് BJP ജയിച്ചാലും കുഴപ്പമില്ല, ശിവൻകുട്ടി ജയിക്കരുതെന്നല്ലേ? എന്താ കോൺഗ്രസിൻ്റെ ലക്ഷ്യം? ഇനി അടുത്ത അധികാരത്തിൽ വരണമെങ്കിൽ സ്കോർ ബോർഡിലെ LDFിൻ്റെ എണ്ണം കുറയ്ക്കലാണ്. BJP ജയിക്കണോ വേണ്ടയോ എന്നുള്ളത്, BJP ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിന് എന്തൊരു പ്രശ്നമല്ല. കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എണ്ണം സ്കോർ ബോർഡിൽ കുറയണം. അപ്പോൾ തങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത നേമത്ത് LDF ജയിക്കാതിരുന്നാൽ മതി, BJP വേണമെങ്കിൽ ജയിച്ചോട്ടെ എന്ന മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന്. കഴക്കൂട്ടത്ത് അവർക്ക് ജയിക്കാൻ കഴിയാത്ത കഴക്കൂട്ടത്ത് അവർ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് BJP ജയിച്ചാൽ മതി എന്ന മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ വട്ടിയൂർക്കാവിൽ. ഈ മാനസികാവസ്ഥ കയറി നടക്കരുത്. വട്ടിയൂർക്കാവിൽ കണ്ടില്ലേ, പുതിയൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ. എത്ര ദയനീയമാണ്. കോൺഗ്രസ്സിന് ബിരിയാണിയും KPCC ആഫീസിരിക്കുന്ന മണ്ഡലമാണെന്ന് ഓർമ്മയാണ്. ആ മണ്ഡലത്തിൽ പ്രവർത്തകർ ഇല്ലാത്തത് കാരണം ആളൊക്കെ പോയി, ആരുമില്ല. അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് പറയാം, അതുകൊണ്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഈ വന്ന വാർത്ത മോശമല്ലേ? അല്ല, CPIMൻ്റെ നിലപാട് ഞങ്ങൾ ഇപ്പോഴിത് പ്രത്യേകിച്ച് പുതുക്കി പറയേണ്ട കാര്യം എന്താ? ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലേക്കൊരു ഡിസ്കഷൻ പോയിന്റ് കൊണ്ടുവരുന്നത് പല ഉദ്ദേശശുദ്ധിയോടു കൂടിയാണ്, പല ഉദ്ദേശത്തോടെയാണ്. ആ ഉദ്ദേശം, പ്രധാനപ്പെട്ട ഉദ്ദേശം, അവരുടെ രാഷ്ട്രീയ കാപട്യം എക്സ്പോസ് ചെയ്യപ്പെടാതെ മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ച തിരിച്ചു വന്നു. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം, ഞങ്ങൾ അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് നിലപാടുകൾ പരസ്യമായി പറയുന്നവരാണ് ഞങ്ങൾ. അത് വളരെ വസ്തുതാപരമായി ഞങ്ങളത് പറയും. 2, രഹസ്യമായ ഒരു കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. അല്ല, ഇതിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താ?
അല്ലേ അത് ഓരോ സ്ഥാനാർത്ഥികളും നിങ്ങൾ കാണേണ്ടത് ഇല്ല പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, CPIM അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. അത് എനിക്ക് CPM ആവശ്യപ്പെട്ടിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യമായിട്ട് ആവശ്യപ്പെട്ടില്ല. പറയട്ടെ, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഇത് ഈ പോയിന്റിലേക്ക് വെറുതെ കൊണ്ടുപോയി ചർച്ച ചെയ്ത് നിങ്ങൾ കൊണ്ടു കേട്ടണ്ട. അത് അവരൊരുക്കി വെച്ചിരിക്കുന്ന ഒരു കെണിയാണ്. ഇത് ഏത് കെണിയാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ ബന്ധവും പരസ്പരം ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത്, ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തത് UDFന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും പറയല്ലേ. അവരത് മറച്ചു വെച്ചിട്ട് ഞങ്ങളുടെ മേലുടനെ പറയുകയാണ്, ഗോൾ പോസ്റ്റ് മാറ്റി വയ്ക്കുകയാണ്. പോട്ടെ, ഇത് തിരുവനന്തപുരത്തുണ്ടല്ലോ വേറൊരു കാര്യം. ഞാനതിന് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഓരോന്ന് പറഞ്ഞാൽ പിന്നെ അത് വേറെ രൂപത്തിലേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 9 കഴിഞ്ഞാലും ഇവിടെ ഈ നാടും നാട്ടുകാരും ഉണ്ടാവണമല്ലോ. ഞങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ട്രിവാൻഡ്രത്തെ വിവിധ മണ്ഡലങ്ങളിൽ അങ്ങനെ തെറ്റായ ഏകീകരണത്തിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുകയല്ലേ.